ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അത് വലിയ ഇജാബത്തുള്ള പ്രാർത്ഥനയാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടും അക്രമം ചെയ്യരുത്, ഒരാളെയും വേദനിപ്പിക്കരുത്, ഒരാളോടും ദുൽമ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അവന്റെ ദുആക്ക് വലിയ ഇജാബത്താണ്, സൂക്ഷിച്ചോളണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽവാസി നമ്മുടെ വീട്ടിന്റെ മുന്നിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. അവൻ പോകുമ്പോൾ അവനോടുള്ള അല്ലെങ്കിൽ അവന്റെ വണ്ടിയുടെ വലുപ്പം കാണുമ്പോഴുള്ള മനസ്സിന്റെ പ്രയാസത്തിന്റെ പേരിൽ അവന്റെ വണ്ടി കൊണ്ടുപോകുമ്പോൾ ടയർ പഞ്ചറാകട്ടെ എന്ന് കരുതിയിട്ട് അവന്റെ വണ്ടി പോകുന്ന വഴിയിൽ കൊണ്ടുപോയി ആണി കൊണ്ടുപോയി ഇട്ട് കൊടുത്തോ മറ്റോ അക്രമം ചെയ്താൽ, അതുപോലെ അവൻ പോകുന്ന വഴിയിൽ എങ്ങനെയെങ്കിലും ഒരു തടസ്സം ചെയ്യണമെന്ന് ചിന്തിച്ചിട്ട് അവനോട് അക്രമം ചെയ്താൽ അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇത്തഖി, സൂക്ഷിച്ചോളണം. മദ്ലൂമിന്റെ ദുആക്ക് വലിയ ഇജാബത്താണ്. ദുആ എന്ന് പറഞ്ഞാൽ അത് ചെറിയ സംഗതിയല്ല. അതുകൊണ്ടാണ് ഖുർആൻ അത്ര ഗൗരവത്തോടെ പറഞ്ഞത്, അലമ്മകുൻ ദുആഇ റബ്ബി ശഖിയ്യാ. ഈമാനുള്ള വിശ്വാസികളെ ദുആക്ക് വലിയ ഫലമാണ്. വലമ്മകുൻ ബിദുആഇക റബ്ബി ശഖിയ്യാ. പ്രാർത്ഥന നിർത്തിയിട്ട് പരാജയത്തിൽ പെട്ടുപോകുന്ന ഒരു സ്വഭാവം അങ്ങനെ ഉണ്ടാകൂല എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വിശ്വാസികളോട് പറയുന്നു, എന്റെ വേല കേൾക്കാൻ വന്ന ഉമ്മമാരോട് പറയുന്നു, മക്കൾക്ക് വേണ്ടി നല്ല പ്രാർത്ഥന നടത്തുക. എന്റെ മകനെ നന്നാക്കി തരണേ എന്ന് ദുആ ചെയ്യുക. ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടപ്പെടാത്ത ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകാം. ചിലപ്പോ നമ്മള് പള്ളിയിലെ ഉസ്താദ്, അതുപോലെ മദ്രസയിലെ ഉസ്താദ്, അയാൾ പറയാൻ വന്ന ഉസ്താദൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം പ്രസംഗത്തിൽ, എന്ത് അങ്ങനെ മുടി ഇങ്ങനെ വലുതാക്കിയിട്ട് സൈഡ് ചെത്തി വെക്കുന്ന സ്വഭാവക്കാരാകരുത്. താടി വളർത്തുമ്പോ നല്ല സുന്നത്തായ രൂപത്തിലുള്ള താടിയായിരിക്കണം. വസ്ത്രധാരണ നടത്തുമ്പോ ഇസ്ലാമിനോട് യോജിക്കുന്ന വസ്ത്രധാരണയാകണം. ഇങ്ങനൊക്കെ പല കാര്യങ്ങളും ഉസ്താദുമാര് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ നമ്മളും മനസ്സിലാക്കിയിട്ടുണ്ടാവും ഒരു മുസ്ലിമിനുണ്ടാകേണ്ട സ്വഭാവ ശൈലി, സംസ്കാര ശൈലി, അതുപോലെയുള്ള സ്വഭാവങ്ങള്. അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ നോക്കുമ്പോ മകന് ചെറിയ പ്രയാസം, നമ്മൾ വിചാരിച്ച റൂട്ടിലേക്ക് മകനെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ പരിപൂർണമായ റൂട്ടിൽ മകനെ കാണുന്നില്ല. അവനെ ഉപദേശിക്കുന്നതിന് പകരം പടച്ച റബ്ബേ എന്റെ മോൻ നന്നാകൂല, ഇങ്ങനൊരു തീരുമാനം എടുക്കുന്ന ഉമ്മമാരാകരുത്, ഇങ്ങനൊരു തീരുമാനം പറയുന്ന ബാപ്പമാരാകരുത്. വീട്ടിലേക്ക് അല്പം വൈകിട്ട് വന്നാൽ നീ നന്നാകൂലടാ, നിന്നെ കുറിച്ച് ഞാൻ എത്ര വലിയ സ്വപ്നം കണ്ടതാണ്, നീ ഇങ്ങനെ വൈകിട്ടാണോ വീട്ടിലേക്ക് വരുന്നത്, നീ നന്നാകൂല എന്ന് സ്വന്തം ഉമ്മ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഗതികേടായാൽ ആ മകൻ നന്നാകാൻ വലിയ പാടാണ് കേട്ടോ. ഉമ്മമാര് മക്കൾക്ക് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കരുത്, ബാപ്പമാര് സർട്ടിഫിക്കറ്റ് കൊടുക്കരുത്. ഞാനൊരു മുമ്പ് എവിടെയോ പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ വാപ്പന്റെ കൂടെ ഒരാളെ കാണാൻ വേണ്ടി പോയതാണ്. കയറി ചെന്നപ്പോൾ ഇയാൾ ഉടനെ തന്നോട് ചോദിച്ചു, നിങ്ങളാണോ ഉസ്താദിന്റെ പ്രസംഗിക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന മകൻ? ഞാൻ പറഞ്ഞു, അതെ ഞാനാണ് മുഹമ്മദ് എന്ന് പറയുന്ന മകൻ. അപ്പൊ ഇയാളെ ഉടനെയുള്ള മറുപടിയാണ്, നിന്റെ കൂടെ പഠിച്ചൊരു സാധനം എന്റെ അടുത്തുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ചു, പഠിച്ചോനെ ഇയാൾ എന്റെ കൂടെ പഠിച്ചിട്ടില്ലല്ലോ, ഇയാൾ എന്റെ കൂടെ പഠിച്ചിട്ടില്ല. എന്റെ അടുത്ത് പഠിക്കുമ്പോ ഉണ്ടായ ഒരു സാധനം ഇയാളെ കയ്യിലുണ്ടാണെങ്കിൽ ഇയാൾ എന്നോട് പഠിച്ചിട്ടില്ലല്ലോ പഠിച്ചോ, എനിക്ക് ഇയാളോട് പരിചയമില്ല. അപ്പൊ ഇയാള് പറയാണ്, നിന്റെ അടുത്ത് പഠിച്ച ഒരു സാധനം എന്റെ കയ്യിലുണ്ട്. ഞാൻ വിചാരിച്ചു, പഠിച്ചോനെ എന്തായിരിക്കും, ബാപ്പാന്റെ മുന്നിൽ നിന്നാണല്ലോ പറയുന്നത്, പഠിക്കുന്ന കാലത്ത് ഏതോ കിതാബോ മറ്റോ എവിടെയോ വെച്ച് പോയതാണെങ്കിൽ എന്റെ കാര്യം വലിയ ബേജാറാണല്ലോ. ഇയാള് ബാപ്പന്റെ മുന്നിൽ നിന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഞാനൊന്നും പറയാതെ അവിടെ ഇരുന്നു. അല്പം കഴിഞ്ഞപ്പോ ഇയാള് ചൂണ്ടിട്ട് അതാ പറഞ്ഞ സാധനം വന്നിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോ എന്റെ കൂടെ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ച എന്റെ ഒരു സുഹൃത്താണ്. അപ്പൊ ഇവരെ കുറിച്ചാണ് ഈ ബാപ്പ പറയുന്നത്, എന്റെ കൂടെ പഠിച്ചൊരു സാധനം ഉണ്ട് എന്റെ അടുത്ത് എന്ന് പറഞ്ഞത്. ഞാൻ വിചാരിച്ചെന്തോ കിതാബോ പുസ്തകമോ പെൻസിലാട്ടം വെച്ച് പറഞ്ഞ കഥയായിരിക്കും. നോക്കുമ്പോ സ്വന്തം മോനെ പറ്റിയായി പറഞ്ഞത്. ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ അവര് നല്ല സംസാരത്തിലായപ്പോ ഞാൻ പതുക്കെ ഇറങ്ങി പുറത്തേക്ക് പോയിട്ട് ഇവന്റെ കൈ പിടിച്ചു ചോദിച്ചു, അല്ലടാ പാപ്പാക്ക് നല്ല അഭിപ്രായമാണല്ലോ ഇതിനെ പറ്റി. അയാൾക്ക് ഭ്രാന്താണ് ഞാൻ കഴിയുന്നു, അയാൾക്ക് ഭ്രാന്താണ് ഞാൻ കഴിയുന്നു. അപ്പൊ ഞാൻ പിന്നെ അവനോട് പറയേണ്ടത് അവനോട് പറഞ്ഞു. ഞാൻ എന്തിനാ ഇവിടെ പറഞ്ഞത്, മക്കളോട് സംസാരിക്കുമ്പോ ബാപ്പനെ ഭ്രാന്തനാണ് എന്ന് വിളിപ്പിക്കുന്ന സ്വഭാവക്കാരാകരുത് ബാപ്പമാര്. ബാപ്പാനെ ഭ്രാന്തനാണ് എന്ന് വിളിപ്പിക്കാനുള്ള വഴിയുണ്ടാക്കരുത് ബാപ്പമാര്.
അവരോട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പഴയ കാല പോലെയല്ല. കുറച്ചൊക്കെ അപ്ഡേറ്റ് ഉണ്ടാകണം. നമുക്ക് സമൂഹത്തെ കുറിച്ച് ബോധം വേണം. നമ്മുടെ മക്കൾ ഇപ്പൊ ഇടപഴകുന്ന ആളുകളെ കുറിച്ച് ബോധം വേണം. അവരാരോടൊക്കെയാണ് സംസാരിക്കുന്നത്, അവർ ജീവിക്കുന്ന ലോകം എവിടെയാണ് എന്നതിനെ കുറിച്ചൊക്കെ കുറച്ച് ബോധം നമുക്ക് ഉണ്ടാകണം. ആ ബാപ്പ എന്റെ കൂടെ പഠിച്ച മോന്റെ കൂടെ പഠിച്ചൊരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അത് മനസ്സിലാക്കിയ കുട്ടി സ്വന്തം ബാപ്പനെ കുറിച്ച് പറയാണ്, അയാൾക്ക് ഭ്രാന്താണ് ചങ്ങാതി എന്ന് പറയുന്ന ഗതികേടിലേക്ക് എത്തിപ്പോയി. ഇത് ഉണ്ടായി പോകരുത് എന്നാ ഞാൻ പറഞ്ഞത്. അതിനെന്താ വേണ്ടത്? ബാപ്പമാര് മക്കളെ ഉൾക്കൊള്ളുന്ന സ്വഭാവ ശൈലിക്കാരാകണം. എടാ പോടാന്ന് പറയുന്ന ശൈലി, ആ പഴയകാല ശൈലി ചിലപ്പോ ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്ക് ചിലപ്പോ ഇഷ്ടപ്പെട്ടുകൊള്ളണം എന്നില്ല. മറിച്ച് അവരെയും കൂടി കൂട്ടിപ്പിടിക്കുന്ന ഒരു ചിന്താഗതിയും സ്വഭാവവും ശൈലിയും നമ്മൾ അടുക്കൽ ഉണ്ടാകണം എന്നാ ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് നിന്റെ കൂടെ പഠിച്ചൊരു സാധനാണ് എന്ന് സ്വന്തം ബാപ്പന്റെ നാവെന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോ നന്നാകാതെ ആയി പോകാൻ ഈ ബാപ്പന്റെ നാവിലെ ഈ പ്രയോഗം മതിയാകും എന്നാ ഞാൻ പറഞ്ഞത്. ഈ ശൈലി മതിയാകും. അതുകൊണ്ടാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താ പറഞ്ഞത് അറിയോ? ഒരു കിതാബിന്റെ തുടക്കത്തിൽ പറഞ്ഞത് കാണാം, ചില സമയത്ത് ചിലര് പറയുന്ന വാക്കുകൾക്ക് വലിയ ഉത്തരമാണ്, വലിയ ഇജാബത്താണ്. പറഞ്ഞ മനസ്സിലായോ? ചില സമയത്ത് പറയുന്ന ചില വാക്കുകൾക്ക് ഭയങ്കര ഉത്തരാണ്. നിങ്ങളൊക്കെ ചില ആളുകൾ പറയുന്ന മരിച്ചു പോയാൽ അയാള് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് അവിടെ വെച്ച് മരിക്കണം എന്നായിരുന്നു, അയാൾ അങ്ങനെ തന്നെ അങ്ങ് മരിച്ചു പോയില്ലേ എന്ന് പറയുന്ന കേൾക്കില്ലേ? ചില ആൾ മരിച്ചു പോയപ്പോ ഇപ്പൊ 2 ആഴ്ച മുമ്പ് എന്റെ ഉമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാന്. ഒരാൾ മരിച്ചു പോയപ്പോ അയാൾ മരിച്ച സ്ഥലത്തെ കുറിച്ച് ഉമ്മാനോട് ആരോ പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു അയാൾ അങ്ങനെ പറയുന്നതായി ആരോ കേട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ഉമ്മാനോട് ആരോ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു. എന്തായത് പറയാനുള്ള കാരണം? ചിലപ്പോ ചില സമയത്ത് എനിക്ക് അങ്ങനെ മരിക്കണമായിരുന്നു എന്ന് പറയും. ചിലപ്പോ തമാശക്ക് പറയുന്നതായിരിക്കും. മരിക്കുകയാണെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് മരിക്കണമായിരുന്നു എന്നൊക്കെ പറയും. ചിലപ്പോ ചില ആളുകള് ഫ്ലൈറ്റിൽ വെച്ച് മരിച്ചു പോകാൻ ചിലപ്പോ അത് കാരണമാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. ശ്വാസം കിട്ടാനോ സഹായിക്കാനോ ഗുളിക തരാനോ സഹായിക്കാനോ ആളില്ലാത്ത വാനലോകത്ത് വെച്ച് മരിക്കാൻ ചിലപ്പോ അത് കാരണമാകുമെന്ന ഞാൻ പറഞ്ഞത്. ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ മരിക്കുകയാണെങ്കിൽ അങ്ങനെ അഭിമാനത്തോടെ ജനങ്ങളുടെ ഇടയിൽ വെച്ച് മരിക്കണം എന്ന് ചിലപ്പോ പറഞ്ഞാൽ ചിലപ്പോ സ്റ്റേജിൽ വന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ മരിച്ചു പോകും. അങ്ങനെ നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ആയി പോയാൽ ചില സമയത്തുള്ള വാക്കുകൾക്ക് വലിയ ഇജാബത്താണ്. ഇമാമുൻ നവവി റഹിമഹുല്ലാഹ് ചില ഉമ്മമാരുണ്ട്, അവരൊരിക്കലും വെറുത്തിട്ട് പറയുന്നതല്ല, താൽക്കാലികമായ ഒരു ആശ്വാസത്തിന് പറയാണ്, എന്റെ മകൻ ഇതുപോലെ കുരുത്തം കെട്ടൊരു മകനെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയുമോന്ന് എനിക്കറിയില്ല. ഇവിടെ എന്താ പറയാ? ഞങ്ങളുടെ നാട്ടിലെ കുരുത്തം കെട്ടെന്നൊക്കെയാ പറയാ. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഇവിടെ ചിലപ്പോ അതിന്റെ ചില വേർഷൻ ഉണ്ടാവും അല്ലെ. എന്തോ ആകട്ടെ, അത്തരം ചില ലഫ്ളുകള് ചില പ്രയോഗങ്ങൾ ചില ഉമ്മമാരെ നടത്തിക്കളയും. ഉമ്മമാരെ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിന്റെ മകൻ കുരുത്തങ്ങട്ട മകനാകാൻ, വികൃതി പിടിച്ച മകനാകാൻ ആ ഒരു വാക്ക് തന്നെ മതിയായി പോയി. ചിലപ്പോൾ നമ്മളെ നോട്ടത്തിൽ ഇഷ്ടപ്പെടാത്ത ചില പ്രവർത്തനങ്ങൾ അവനിൽ കാണുന്നുണ്ടാകാം. നമ്മൾ നോക്കുമ്പോൾ പരിപൂർണമായൊരു അതേ പണ്ട് കാലത്തൊക്കെ നമ്മളെ ഉമ്മമാരും നമ്മളെ വാപ്പമാരും ജീവിച്ചു വന്ന വഴിയോട് യോജിക്കാൻ പറ്റാത്ത ചില സ്വഭാവ ശൈലികൾ അവരിൽ കാണുന്നുണ്ടാകാം. അവിടെയൊക്കെ ഏറ്റവും നല്ല പരിഹാരമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹുവിനോട് ദുആ ചെയ്തു. സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് കൈയുയർത്തിയിട്ട് റബ്ബിനോട് ദുആ ചെയ്തു, എന്റെ മകനെ നീ നന്നാക്കി തരണേ അല്ലാഹ്. ഈ ഒരു ദുആ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നത് നിങ്ങളെ ശാപം കൊണ്ട് നേടിയെടുക്കാൻ കഴിയൂല. ഉമ്മമാര് ബാപ്പമാർക്ക്, അതേ ഉമ്മമാര് ബാപ്പമാര് മക്കൾക്ക് വേണ്ടി നടത്തുന്ന ദുആ അത് വലിയ ദുആക്ക് ഇജാബത്ത് തന്നെ. അത് പിന്നെ സുബഹിന്റെ മുമ്പ് കൂടിയുള്ള ദുആയാണെങ്കിൽ, നിസ്കാരത്തിന്റെ ശേഷം നടത്തുന്ന ദുആയാണെങ്കിൽ അതിന്റെ ഗുണം പിന്നെ പറയേണ്ടതില്ലല്ലോ. ചില ആളുകൾ നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ആളുകൾ ഉണ്ടാവൂല. ചിലപ്പോ കല്യാണം കഴിഞ്ഞ ഒരു കൊല്ലായിട്ടുണ്ടാവും. അപ്പോഴേക്ക് ചില ബാപ്പാര് പറയും, നീ ഇങ്ങനെ തിരിഞ്ഞു കളിക്കാനേ എനിക്ക് ഭാഗ്യം ഉണ്ടാവൂ, നീ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്നത് കാണാനേ എനിക്ക് ഭാഗ്യം ഉണ്ടാവുള്ളൂ, നീ ഒരു വീടൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് അധ്വാനിച്ച് സമ്പാദിച്ചിട്ട് നീ ഒരു ജീവിതമൊക്കെ ഉണ്ടാകുന്നത് കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ നാട്ടിലെ ഉപ്പാരൊന്നും അങ്ങനെ പറയൂലട്ടോ. അങ്ങനെ പറയും ചില ആളുകള്. അങ്ങനെ പറയരുത് എന്നാ ഞാൻ പറഞ്ഞത്. നീ ഒരു പുരോഗമിച്ച് കാണാനൊന്നും എനിക്ക് ഭാഗ്യം ഉണ്ടാകൂല എന്നൊരു ബാപ്പ പറഞ്ഞാൽ അതിലും വലിയ പൊരുത്തം പിന്നെ മോനിക്ക് എന്ത് കൊടുക്കാനാ?
അല്ലെ? അതിലും വലിയ പൊരുത്തം നീ എന്താ മോനിക്ക് വേണ്ട? വാപ്പ കൊടുക്കുന്ന പൊരുത്തം എന്താണ്? നീ എന്തായാലും പുരോഗമിച്ചൊന്നും കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകൂല. മരിക്കുന്നവരെ നിന്റെ മകന് പുരോഗമിക്കാൻ ചിലപ്പോ കഴിയൂല. കാരണം ബാപ്പയായ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞ ചില വാക്കുകളാണ്, ഉമ്മയായ നിങ്ങളെ നാവ് കൊണ്ട് പറയുന്ന ചില വാക്കുകളാണ്. ശ്രദ്ധിച്ചോളണേ. ചില വാപ്പാരുണ്ട്, ചിലപ്പോ കുട്ടികൾ നന്നാകണമെന്ന് തീരുമാനിക്കും. എങ്ങനെ? പാപ്പാന്റെ ഉമ്മാന്റെ ഒന്നും കേൾക്കാൻ കഴിയില്ല, പഠിച്ചോനെ തൽക്കാലം വിദേശത്ത് എവിടെയും പോയി എന്നാ പിന്നെ ഇത് കേൾക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് വിദേശത്ത് പോകും. അപ്പോഴും കൊടുക്കും ചില പൊരുത്തം ചില ആളുകൾ. നാട്ടിലൊന്നും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവില്ല. ഇവിടെ പ്രവാസികൾ വളരെ കുറച്ചാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? ചിലപ്പോ പ്രവാസ ലോകത്തേക്ക് പോകുമ്പോ പാപ്പ കൊടുക്കുന്ന പൊരുത്താണ്. ഏതായാലും നാട്ടിൽ കുറെ തിരിഞ്ഞു കളിച്ചു, ഇനി അവിടെയും തിരിഞ്ഞു കളിച്ച് സമയം കളഞ്ഞിട്ട് പോരി. പറയേണ്ടത് അങ്ങനെയല്ലല്ലോ. നാട്ടിലേതായാലും ചെറിയ സമയമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനിയുള്ള സമയമെങ്കിലും നല്ലവണ്ണം അധ്വാനിച്ചിട്ട് നല്ലൊരു മോനായിട്ട് കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവും. ഞാനത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബാപ്പ പറഞ്ഞതെങ്കിൽ ആ മകൻ എന്തൊരു പ്രതീക്ഷ ഉണ്ടാവും. പോകുമ്പോ ബാപ്പ കൊടുക്കുന്ന പൊരുത്താണ്, നാട്ടിൽ കുറെ തിരിഞ്ഞു കളിച്ചു, ഇനി അവിടെയും പോയി തിരിഞ്ഞു കളിച്ചിട്ട് സമയം കളയണം കേട്ടോ എന്ന് പറഞ്ഞ് പൊരുത്തം കൊടുത്ത് വിടുകയാണ് ബാപ്പ. ആ കുട്ടി പോയി വിദേശത്ത് വീട് ജോലി അധ്വാനിക്കാതെ അന്വേഷിക്കാണ്. ഒരു കൊല്ലായി ജോലി കിട്ടിയില്ല. എവിടുന്നേ ജോലി കിട്ടല്? ബാപ്പ കൊടുത്ത പൊരുത്താണ്. ജോലി കിട്ടാതെ തിരിഞ്ഞു കളിക്കട്ടെ, ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടാകണം എന്നില്ല എന്നാ ഞാൻ പറഞ്ഞത്. ബാപ്പ പറയുമ്പോ ഉമ്മ പറയുമ്പോ ഇത് ഉദ്ദേശിക്കണം എന്നില്ല, അവൻ നന്നാകണം എന്ന ഉദ്ദേശത്തിലാ പറഞ്ഞത്. പക്ഷേ ചില സമയത്തുള്ള ചില വാക്കുകൾക്ക് ഇജാബത്താൻ, ശ്രദ്ധിച്ച് ഉപയോഗിച്ചേക്കണേ. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. മക്കളോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോളണം. ഉസ്താദുമാര് ശിഷ്യന്മാരോട് പറയുമ്പോ ശ്രദ്ധിച്ചോളണം. ഒരിക്കലും അതേ ശിഷ്യന്മാര് പുരോഗമിക്കാത്ത രൂപത്തിലുള്ള വാക്കുകൾ പറയരുത്. പഠിക്കാതെ വന്നാ നീ ഒരു കാലത്തും പഠിക്കൂലടാന്ന് പറയരുത്. അങ്ങനെ അവർക്ക് പൊരുത്തം കൊടുത്തേക്കരുത്. അങ്ങനെ ആയാൽ ആ മക്കളെ പുരോഗതി കാണാൻ നമ്മളെ ജീവിതത്തിൽ നമുക്ക് സാധിക്കാതിരിക്കാൻ ചില സമയത്തുള്ള ചില വാക്കുകൾ കാരണമാണ് കേട്ടോ.